പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റി 2026 ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെന്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ അഡ്മിഷൻ ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയ വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അലോട്ട്മെന്റ് ഷെഡ്യൂൾ പ്രകാരമായിരിക്കും ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും. ആ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് നോക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ തുടങ്ങിയ വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. 8-ാം തീയതി തുടങ്ങി ജൂൺ 19-ാം തീയതി നമുക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. ജൂൺ 19-ാം തീയതി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്താൽ ട്രയൽ അലോട്ട്മെന്റ് 20-ാം തീയതി ജൂൺ 20-ന് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യമായിരിക്കും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ എഡിറ്റിങ്ങും പറ്റും. പുതിയ കോളേജ് ആഡ് ചെയ്യാം, നിലവിലെ കോളേജ് ഡിലീറ്റ് ചെയ്യാം, മാർക്കുകൾ പ്രശ്നമുണ്ടെങ്കിലൊക്കെ എല്ലാവിധ എഡിറ്റിങ്ങിനുള്ള സമയം ജൂൺ 22-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. ജൂൺ 22-ാം തീയതിയോടുകൂടി എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീടുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 23-ന് പബ്ലിഷ് ചെയ്യും. ജൂൺ 23-ന് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ജൂൺ 24 മുതൽ 26 വരെയുള്ള തീയതികളിൽ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. എങ്ങനെയാണ് ജോയിൻ ചെയ്യണം, ടെമ്പററി ഉണ്ടോ എന്നുള്ളതൊക്കെ ആ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ആ സമയത്ത് പറയും. ഓക്കെ, ജൂൺ 24 കഴിഞ്ഞാൽ ജൂൺ 26-ന് അത് കഴിഞ്ഞാൽ ജൂൺ 29-ന് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം ജൂൺ 30 മുതൽ ജൂലൈ 1 വരെയുള്ള തീയതികളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ കോളേജുകളിൽ നടക്കും. ജൂലൈ 2-ന് ക്ലാസ്സുകൾ ആരംഭിക്കും. പിന്നീടുള്ള അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ, എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് കോളേജിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ജൂൺ 24 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജൂൺ 26-ന് റാങ്ക് ലിസ്റ്റ് കോളേജിൽ പബ്ലിഷ് ചെയ്യും. അതിന്റെ അഡ്മിഷൻ ജൂൺ 30, ജൂലൈ 1 തീയതികളിൽ നടക്കുന്നതാണ്. ബാക്കിയുള്ള ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമുള്ളത് പിന്നീട് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതായിരിക്കും. ഇതിൽ നിന്ന് തീയതികൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ.